ബജ്രംഗി ബൈജാൻ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. ഓക്കെ, പുള്ളി ഞങ്ങളെ പുറകെ മാറുന്നില്ല. ഈ റിവർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ഒരു ബ്ലൂ കളറിലാണ് വാട്ടർ വരുന്നത്. അതിൻ്റെ കൂടെ ഈ ഗ്രീനറി കൂടി ആകുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. നമ്മളെ നിർത്തിയാണ് പോന്നെ. ഒരു രക്ഷയില്ല, ഞങ്ങൾക്ക് നിർത്താതെ പോകാൻ പറ്റത്തില്ല. ഞങ്ങൾ വണ്ടിയിട്ട സ്ഥലം നോക്കിയേ. ഓ, ഇവിടെ നിന്നാണ് അമർനാഥ്. ഇതിൽ കാണുന്നതാണ് അമർനാഥ് യാത്രയുടെ ബേസ് ക്യാമ്പ്, നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. നമസ്കാരം. അപ്പോൾ നമ്മൾ ശ്രീനഗറിൽ നിന്ന് പെഹൽഗാമിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആപ്പിൾ തോട്ടമൊക്കെ വിസിറ്റ് ചെയ്തു. ഇപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കയറി കാണാം. നേരെ നമ്മൾ പോകുന്നത് ബേത്തബ് വാലിയിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു പെഹൽഗാം. അപ്പം ഇവിടെ നിന്നാണ് കുറേ വാലീസ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. എന്തോ ഒരു ഫീ ഉണ്ട്, നോക്കട്ടെ. എന്താ 50 റുപ്പീസാണ് മുനിസിപ്പൽ കമ്മിറ്റി പെഹൽഗാമിൻ്റെ ഫീ ആണിത്. താങ്ക് യു. അപ്പം നമ്മൾ ഇവിടുത്തെ മുനിസിപ്പൽ ഫീ ആയ 50 രൂപ കൊടുത്തു. എനിക്കൊന്ന് വണ്ടിയുടെ ചാർജ് ആയിരിക്കും. എല്ലാവരും വാങ്ങുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ. സൈഡിലൂടെ നമ്മുടെ നേരത്തെ പറഞ്ഞ റിവർ ഒഴുകുന്നുണ്ട്. റിവർ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെ നിർത്തിയാണ് പോന്നെ. ഒരു രക്ഷയില്ല, ഞങ്ങൾക്ക് നിർത്താതെ പോകാൻ പറ്റത്തില്ല. ഞങ്ങൾ വണ്ടിയിട്ട സ്ഥലം നോക്കിയേ. ഓ, നമ്മൾ ബെത്താങ് വാലി പോകുന്ന വഴി കേട്ടോ. അമർനാഥ് യാത്രയുടെ ബേസ് ക്യാമ്പാണ് ഇവിടെ. ഇവിടെ നിന്നാണ് അമർനാഥ്. ഇതിൽ കാണുന്നതാണ് അമർനാഥ് യാത്രയുടെ ബേസ് ക്യാമ്പ്, നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ഇവിടം വരെ നമുക്ക് വണ്ടിക്കോ എങ്ങനെ വേണേൽ വരാം. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ട്രെക്കിംഗ് ആണ്. അതായത് എത്രയോ 10-12 ദിവസം പിടിക്കുന്ന ഒരു ട്രെക്കിംഗ് ആണ് അമർനാഥ് യാത്ര. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ബേസ് പോയിന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഫൈനലി നമ്മൾ ബേത്തബ് വാലി എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇതാണ് എൻട്രി. നമുക്കൊരു 200 റുപ്പീസാണ്. അതായത് ഒരാൾക്ക് 100 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. എന്താ പുറകിൽ കാണുന്ന ആളില്ലേ, ഇതുപോലെ കേട്ട് നമ്മളെ പുറകെ ഉണ്ടാവും. അവർ കുതിരപ്പുറത്ത് സവാരി, റിവർ ക്രോസ് ചെയ്യും കുതിരനെ വെച്ചിട്ട്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ റേറ്റ് ഒരാൾക്ക് 1500 രൂപയാണ് ഷോർട്ട് ട്രിപ്പിൽ. അപ്പോൾ നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ ബാർഗൈൻ ചെയ്തു. ഞാൻ 1000 രൂപ പറഞ്ഞു. പക്ഷേ പുള്ളി എടുക്കുന്നില്ല. പുള്ളി പുറകെ തന്നെ ഉണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് അല്ലാതെയും കാണാൻ പറ്റും. കാരണം ഭയങ്കര കത്തി റേറ്റാണ് പുള്ളി പറയുന്നത്. ഇവിടെ വരുന്നവരൊക്കെ മാക്സിമം പൈസ കുറച്ച് പറയുക, അല്ലെങ്കിൽ ഇത്രയും കത്തി റേറ്റ് പറഞ്ഞാൽ നമുക്ക് അടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ബേത്തബ് വാലിയിലെ എൻട്രൻസ്. കയറി ഉടനെ നമ്മൾ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട അതേ റിവർ. ഈ റിവർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ഒരു ബ്ലൂ കളറിലാണ് വാട്ടർ വരുന്നത്. അതിൻ്റെ കൂടെ ഈ ഗ്രീനറി കൂടി ആകുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. പറഞ്ഞ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്. പക്ഷെ അത്രയും ഭംഗിയാണ്. ഇയാൾ എൻ്റെ പുറകിൽ നിന്ന് മാറുന്നില്ല കേട്ടോ. ഞാനൊരു പൈസ പറഞ്ഞു, പക്ഷെ പുള്ളി അതിന്ന് മാറ്റുന്നില്ല. ഞാൻ നോക്കട്ടെ. ഓക്കെ, പുള്ളി ഞങ്ങളെ പുറകിനെ മാറുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മളൊരു ഷോർട്ട് ടൂർ എടുത്തിട്ടുണ്ട്. കുതിരപ്പുറത്തുള്ള 4 പ്ലേസ് വിസിറ്റ് ചെയ്യും. 1000 രൂപ. പുള്ളി 3000 പറഞ്ഞ് ഞാൻ 1000 ഉറപ്പിച്ചു. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. ഇവിടെ നമ്മുടെ കുതിരയെല്ലാം ഇവിടെ നിർത്തിച്ചിട്ടുണ്ട്. ഓക്കെ. ഇവിടെ വെയിറ്റ് ചെയ്യാൻ നമ്മൾ ഈ കല്ലിൻ്റെ മുകളിൽ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ കുതിരയായിട്ട് അവരിങ്ങോട്ട് വരും. അമ്മു എങ്ങനെയുണ്ട്? പേടിയുണ്ടോ? നല്ല പേടിയുണ്ട് അമ്മുവിന്.
പക്ഷെ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ട്രൈ ചെയ്ത് പോകുന്നത്? അപ്പൊ നമ്മള് കുതിര സവാരി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം പിടിച്ചിരുന്നില്ല, പണി കിട്ടുന്നത്. അമ്മ ഇവിടെ ഉണ്ട്. അമ്മ എങ്ങനെ ഉണ്ട്? നമ്മൾ പോകുന്ന വഴി ഇതാണ് കേട്ടോ. വീഡിയോ കുലുങ്ങുന്നുണ്ട് കാരണം കുതിര നല്ല കുലുങ്ങുന്നുണ്ട്. ഞാനല്ല ജി ഗോഡൊക്കെ കുതിര പോലത്തെ. ആ നമ്മൾ പോകുന്ന വാലിയാണ് ഇത്, പോകുന്ന വഴിയാണ്. ഇവിടെ മുഴുവൻ ചളിയാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പോകുന്ന വഴി ഇതാണേ. ഓക്കെ, അടിപൊളി വാലിയാണ്. ഇതിന്റെ നടുക്കൂടി ഇതാ. എൻ്റെ അമ്മയെ ഇവിടെ ചാടാൻ പോവാണ്. അപ്പൊ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കുതിരപ്പുറത്ത്. ഞാനിവിടെ കറുത്ത കുതിര, അമ്മ ഇതാ ഒരു കുതിരയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വഴി കണ്ടോ? കുറച്ച് നേരത്തേക്ക് ഭയങ്കര റിസ്ക് പിടിച്ച വഴിയായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടിപൊളി വഴി. നോക്കിയേ ഉള്ളത് എവിടെയാ? ബേത്തബ് വാലിയിലുള്ളത്, കാശ്മീരിലെ ബേത്തബ് വാലി. ഒരേട്ടൻ്റെ കുതിര, ഇതെൻ്റെ കുതിര. കുതിര 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 കുതിര. അപ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കാശ്മീരിൻ്റെ ലാസ്റ്റ് ഗ്രാമമാണ് കേട്ടോ. ഈ പയ്യൻ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് കുതിരകളും ഇവൻ്റെ സ്വന്തമാണ്. ബജ്രംഗി ബൈജാൻ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. സിനിമയിൽ ഈ ഭാഗം പാകിസ്ഥാനും ഇതേ അവിടെ ഒരു വേലി കാണുന്നുണ്ടോ ദൂരെ, ആ ഭാഗം ഇന്ത്യയുമായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് മുഴുവൻ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണ്. പക്ഷെ ബജ്രംഗി ബൈജാൻ സൽമാൻ ഖാൻ്റെ സിനിമ ലെയർ കണ്ടേ, ആ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണുള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട റിവർ ഇങ്ങനെ വരുന്നുണ്ട്. എന്താ ബ്യൂട്ടി അല്ലേ! ഞാൻ പറഞ്ഞു അധികമാകുന്നുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത്രയും ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കാശ്മീർ. കാണുന്നതാണ് കാശ്മീരിലെ ലാസ്റ്റ് ഗ്രാമമാണത്. വില്ലേജ് का नाम क्या है? പ്രസ്തന. ഇതിന്റെ അപ്പുറത്തെ കാടാണ്, പാകിസ്ഥാൻ അല്ല, ഇതിന്റെ അപ്പുറത്തെ കാടാണ്. പക്ഷെ കാശ്മീരിന്റെ ഈ ഭാഗത്തുള്ള അവസാനത്തെ ഒരു ഗ്രാമമാണ് ഈ കാണുന്നത്. സൈഡിൽ കൂടി ഒരു റിവർ വരുന്നുണ്ട്, ചെലും റിവർ. ഇപ്പുറത്തുള്ളതാണ് നമ്മൾ വന്ന ബെത്താങ് വാലി. ഈ കാണുന്നതാണ് ബെത്താങ് വാലി. ബെത്താങ് വാലിയിലെ വീഡിയോ നമ്മളെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണം. ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഇപ്പോൾ എല്ലാവരും കാശ്മീർ വരിക, ഇവിടെ വിസിറ്റ് ചെയ്യുക, ബെത്താങ് വാലി വിസിറ്റ് ചെയ്യുക, ഇതുപോലെ ഹോഴ്സ് റൈഡൊക്കെ ട്രൈ ചെയ്യുക. ഇപ്പോഴാണ് നല്ലൊരു ചേട്ടനാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.